നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്നൊരാവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സഹപ്രവർത്തകൻ. സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണറുമായി മുഖ്യമന്ത്രി സമവായത്തിലെത്തിയിരുന്നു. ഇതിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത എതിർപ്പ് ഉയർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്കെതിരെ കൂട്ടത്തോടെ തിരിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനം രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കില്ലേ എന്ന നേതാക്കൾ സംശയം ഉന്നയിച്ചു. ഇതാദ്യമായാണ് മുഖ്യമന്ത്രി തീരുമാനിച്ച ഒരു വിഷയത്തിൽ പാർട്ടി കമ്മിറ്റിയിൽ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു എതിർപ്പ് സ്വരം ഉയരുന്നത് എന്നതും ശ്രദ്ധേയം. തിരിച്ചടി ഉണ്ടാകുമ്പോൾ അപ്പോൾ നോക്കാമെന്നും തർക്കം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഇതോടെ മറ്റു ചർച്ചകൾ ഉണ്ടായില്ല. എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നു. അദ്ദേഹത്തിന്റെ ശൈലി മാറ്റണമെന്ന ഒരു നിർദ്ദേശം ഉണ്ടാകുന്നു. നമുക്കറിയാം PM ശ്രീ വിഷയത്തിൽ അടക്കമുള്ള നിലപാടുകളൊക്കെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂട്ടത്തോടെ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഗവർണർക്ക് വഴങ്ങുക അല്ലെങ്കിൽ ഗവർണറുടെ തീരുമാനത്തിൽ ഒരു ഒത്തുതീർപ്പിനെത്തുക എന്നത് തീർച്ചയായിട്ടും എത്രമാത്രം തിരിച്ചടിയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഗവർണർക്ക് വഴങ്ങുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി എത്തി എന്നത് വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിന് നേരെ പാർട്ടി സംസ്ഥാന അംഗങ്ങൾ ഇത്തരത്തിലൊരു സംശയം ഉയർത്തിയതും വിമർശനം ഉന്നയിച്ചതും. പിണറായിയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ധാരണയാണ് തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചില നേതാക്കൾ ഇല്ലാതാക്കിയത്. പിണറായിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഒറ്റയാനാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും, ഒറ്റയ്ക്ക് നിലപാടുകൾ എടുക്കും, അത് ചോദ്യം ചെയ്യാൻ ആരും തന്നെ ഉണ്ടാകില്ല. പ്രതിപക്ഷം ചോദ്യം ചെയ്യും, അത് അവരുടെ കടമ അല്ലെങ്കിൽ അവരത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ പിണറായിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ധാരണകളെ ഇല്ലാതാക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ നേതാക്കൾ സംസാരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായി വിയോജിച്ച് നിൽക്കുമ്പോൾ ഗവർണറുമായി സർവകലാശാല VC വിഷയത്തിൽ സമവായത്തിലെത്തിയത് നാളെ തിരിച്ചടിയാകില്ലേ എന്നതായിരുന്നു CPM ഉയർന്ന പ്രധാന ചോദ്യം. PM ശ്രീക്ക് സമാനമായ തിരിച്ചടി സർവകലാശാല VC-മാരുടെ കാര്യത്തിലും ഭാവിയിൽ ഉണ്ടാകാമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ശക്തമായി. സുപ്രീം കോടതി വരെ നിയമപോരാട്ടം നടത്തിയിട്ട് ഒടുവിൽ കീഴടങ്ങുന്നത് ഗുണം ചെയ്യില്ല എന്ന് ഒന്നിലേറെ നേതാക്കൾ പറഞ്ഞു. എന്നാൽ സമവായത്തിലെത്താനുള്ള തീരുമാനത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. സമവായത്തിലെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അനിശ്ചിതകാലം നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തീരുമാനം സുപ്രീം കോടതിക്ക് വിടുന്നത് ഭാവിയിൽ VC നിയമനം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശത്തെ പോലും ഇല്ലാതാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ തിരിച്ചടി വന്നാൽ അപ്പോൾ നോക്കാം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതോടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചുവെന്ന വിവരവും പുറത്തുവരികയായിരുന്നു. ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി ഒരു ധാരണയിലെത്തിയത്. പിറ്റേന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചപ്പോൾ എതിർപ്പ് ശക്തമാവുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകിയെത്തിയ മുഖ്യമന്ത്രി ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് നീക്കം ഏതാനും വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ ഉണ്ടായതിന് സമാനമായ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും സംസാരിച്ചവർ വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് പാർട്ടി ഇതുവരെ എടുത്തുപോകുന്ന നിലപാടുകൾക്ക് ചേരുന്നതാകില്ല എന്ന് ഒരേ സ്വരത്തിൽ പലരും പറയുകയുണ്ടായി. പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും എന്താണ് ആ പ്രത്യേക സാഹചര്യം എന്നതും ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. മന്ത്രിമാരായ P രാജീവ്, R ബിന്ദു ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു ധാരണയും രൂപപ്പെട്ടിരുന്നില്ല. കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും ഇവർ പാർട്ടിയെ അറിയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഒത്തുതീർപ്പിൽ എത്തിയ ശേഷമാണ് അറിയിച്ചത്. എന്തായാലും പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒത്തുതീർപ്പാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങളിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളിൽ നിന്നും വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലുണ്ടായ കൂട്ടത്തോൽവിക്ക് ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലും CPM ഇത്തരത്തിൽ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെന്നും ഇത് തിരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് വഴിതെളിച്ചെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം ഉയരുകയുണ്ടായി. അതേസമയം KTU VC സിസ തോമസ് ചുമതലയേറ്റതിൽ വലിയ സന്തോഷം തോന്നുന്നുവെന്ന് പഴയതൊന്നും ഓർക്കേണ്ടതില്ല എന്നുമായിരുന്നു സിസ തോമസിന്റെ പ്രതികരണം. സിസ തോമസ് ഇത്തരത്തിൽ അധികാരത്തിലേറിയത് മുഖ്യമന്ത്രി ഗവർണർ ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണ്.
എന്തായാലും ഇപ്പോൾ കിട്ടിയ സ്വീകരണത്തിൽ സന്തോഷമെന്ന് സിസ തോമസ് പറയുമ്പോൾ SFIക്കെതിരെയുള്ള തിരിച്ചടിയായി മാറുകയാണ്. നമുക്കറിയാം സിസ തോമസിനെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർ ഒത്തുതീർപ്പിൽ അവർ അധികാരമേറ്റിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് SFIക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നും തനിക്കെതിരായ ആരോപണങ്ങളിൽ വിഷമം തോന്നുന്നുമെന്നായിരുന്നു സിസ തോമസിന്റെ പ്രതികരണം. ഒരു ഭരണസ്തംഭനവും ഉണ്ടായിട്ടില്ല, പഴയ കാര്യമെല്ലാം കഴിഞ്ഞു, മുന്നോട്ട് പോയാൽ മതി, അപാകതകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകും. സിസ തോമസ് എന്ന വ്യക്തിയല്ല വലുത്, KTU എന്ന സ്ഥാപനമാണ് വലുത്. തനിക്കെതിരെ മിനിറ്റ്സ് മോഷ്ടിച്ചു എന്നുവരെ ആരോപണം വന്നു. മിനിറ്റ്സ് ഒന്നും താൻ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അത്തരം പ്രസ്താവനകളിൽ വിഷമം തോന്നുകയാണ്. എന്തിനാണ് മോഷ്ടാവായി ചിത്രീകരിക്കുന്നതെന്നും സിസ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ സർക്കാർ സമവായത്തിലെത്തിയത്. ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെ നിയമിക്കാനും തീരുമാനമെടുത്തിരുന്നു. നിയമനകാര്യം സുപ്രീം കോടതിയെ ധരിപ്പിക്കും. വ്യാഴാഴ്ചയാണ് കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി സമവായം എത്താത്ത സാഹചര്യത്തിൽ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സമിതിയോട് VC നിയമനത്തിനുള്ള പേരുകൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സർക്കാരും ഗവർണറും യോജിപ്പിലെത്തിയതോടെ കോടതി ഇക്കാര്യം അംഗീകരിക്കാനാണ് സാധ്യത. ഇരുവരുടെ നിയമന വിജ്ഞാപനം ലോക്ഭവൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാല VC ആക്കുന്നതിൽ സർക്കാരും ഗവർണറും തമ്മിൽ അപ്പോഴാണ് ധാരണയായത്. എന്തായാലും ആ ധാരണയിൽ എത്തിയത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്ന ഒരു വിമർശനം ഉയരുന്നു. ഈ വിമർശനങ്ങളോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നതും തിരുത്തൽ നടപടികൾ ഉണ്ടാകുമോ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്നൊരു അഭിപ്രായം ഉയർന്നിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുകയാണ്. മാത്രമല്ല മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പറയുമ്പോഴും ശൈലി മാറ്റിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മറ്റുള്ളവർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടതാണ്. UDF തൂത്തുവാരുന്നു. മാത്രമല്ല BJPയും താമര വിരിയിക്കുന്നു. അങ്ങനെയെങ്കിൽ നിയമസഭയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും LDFന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകുകയാണ്. കൂടെയുള്ള നേതാക്കൾ ശൈലി മാറ്റണം, തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരിക്കും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.